എന്ന് പറഞ്ഞ ഇതിപ്പോ ചില്ലറപ്പെട്ട പണിയാന്ന്. ഹരീന്ദ്രൻ അകത്തുണ്ട്. അല്ല ജോസേട്ടാ, ഇങ്ങനെ അതെ, എന്തു തന്നെയായാലും കല്യാണത്തിന്റെ അന്ന് കേരളത്തിലെ എല്ലാ ജയിലുകളിലും നമ്മുടെ പാർട്ടിക്കാർക്ക് ഗംഭീരമായിട്ടൊരു സദ്യ കൊടുക്കണം. അല്ല, കല്യാണം കഴിഞ്ഞാലും നമ്മുടെ മണവാളം പൊറുക്കേണ്ടത് അവിടെയാണല്ലോ. അറിഞ്ഞു. നിന്നെ കാണാൻ തന്നെയാണ് ഞാൻ വന്നത്. എനിക്ക് വേണ്ടി മരിക്കാനല്ലാതെ ഈ നാട്ടിൽ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല. എന്നിൽ നിനക്ക് വിശ്വാസമുണ്ടോ? എന്നേക്കാൾ. എങ്കിൽ ഞാൻ പറയുന്നത് നീ കേൾക്കണം. എടുത്തുചാട്ടമല്ല, ആത്മനിയന്ത്രണമാണ് ഇപ്പൊ നമുക്ക് ആവശ്യം. വിവാഹത്തിന് ഇനിയും ദിവസമുണ്ടല്ലോ. എന്തെങ്കിലും ഒരു മാർഗം ദൈവം നമുക്ക് തുറന്നു തരും. അതുവരെ നമ്മൾ തമ്മിൽ ഒരടുപ്പവും പാടില്ല. അറിയാലോ, മഷിയിട്ട് നോക്കുന്ന പരിവാരങ്ങളാ ചുറ്റും. വാക്കുകൊണ്ടല്ല, വാളുകൊണ്ടേ അവർക്ക് സംസാരിക്കാൻ അറിയൂ. അതുകൊണ്ട് ഒരു സംശയത്തിനും നമ്മൾ ഇടവരുത്തരുത്. നോക്ക്, ഒന്നും സംഭവിക്കാത്ത മട്ടിൽ വളരെ സന്തോഷത്തോടെ വേണം ഇനി നിന്നെ കാണാൻ. അയ്യോ അച്ഛമ്മ, ഇതോടിപ്പിക്കോ. ഇവിടെ ഒരു ആഘോഷമാ. ഒരിക്കലും എന്റെ മോൾക്ക് ഈ അമ്മയുടെ ഗതി ഉണ്ടാവരുത്. നീ എടുത്ത തീരുമാനം ശരിയാ. ജീവിതകാലം മുഴുവൻ നെഞ്ചിൽ തെയ്യും പേര് ജീവിക്കുന്നതിലും ഭേദം മനസ്സാൽ ഇഷ്ടപ്പെട്ടവന്റെ കൂടെ പൊറുക്കുന്നതാ. മതി, ഈ വീട്ടിൽ എന്റെ അമ്മയെങ്കിലും ഉണ്ടല്ലോ എന്നെ അറിയാനും അനുഗ്രഹിക്കാനും. എനിക്കത് മാത്രം മതി. വിപ്ലവത്തിൽ തന്റെ അത്രയും അറിവും അനുഭവം ഇല്ലെങ്കിലും താൻ വിശ്വസിക്കുന്ന അതേ പ്രസ്ഥാനത്തെ നെഞ്ചിൽ കൊണ്ടു നടക്കുന്നവൻ തന്നെയാണ് ഈ ഞാനും. സ്വന്തം കുടുംബ ബന്ധങ്ങൾ കണ്ടറിയുന്നവന് മാത്രമേ ഒരു നല്ല ജനനേതാവാകാൻ കഴിയൂ. ഏയ് വേണ്ട, ഇല്ല, കേൾക്കണം. അറിയോ, നാട്ടുകാരുടെ മുന്നിൽ ഇപ്പോ അനന്തൻ പോലീസ് ഒരു കോമാളിയാ. ആ വേഷം എന്റെ അച്ഛൻ സ്വയം കെട്ടിയതാ. എനിക്ക് തിരിച്ചറിവുണ്ടായപ്പോ ഞാൻ തിരഞ്ഞെടുത്ത വഴിയെ നടക്കാൻ എന്നെ അനുവദിച്ചില്ല. അതിന്റെ ആഫ്റ്റർ എഫക്റ്റാ എന്റെ അമ്മയുടെ മരണം പോലും. നെവർ ലുക്ക് ബാക്ക്. ഒരിക്കലും തിരിഞ്ഞു നോക്കരുത്. തിരനോട്ടമാണ് സഖാക്കളുടേത്. ഇപ്പോഴെന്നല്ല, എല്ലായ്പ്പോഴും. കമ്മിറ്റ്മെന്റ്സിനും സെന്റിമെന്റ്സിനും അവിടെ സ്ഥാനമില്ല. ഒന്നും പറയണ്ട, ഒരു ട്രാൻസ്ഫർ അല്ലെങ്കിൽ ജോലി റിസൈൻ ചെയ്തിട്ടാണെങ്കിലും ഉടൻ നീ അവിടെ നിന്ന് തിരിക്കണം. ഞാൻ എത്ര തവണ നിന്റെ മൊബൈലിലേക്ക് വിളിച്ചോന്നറിയോ? അമ്മ, ഇവിടെ മൊബൈലിന് റേഞ്ച് ഇല്ല. അത് ടോട്ടലി ഡെഡാ. അമ്മ വിചാരിക്കുമ്പോൾ ഇവിടെ ഒരു കുഴപ്പമില്ല. കുഴപ്പമില്ലെന്നോ? ഫ്ലാറ്റിനകത്തൊരു ജയിൽ പുള്ളി ഒളിപ്പിച്ചു വെച്ചിട്ട് ഇപ്പൊ അവിടെ അവനുമായിട്ടല്ലേ നിനക്ക് ചങ്ങാത്തം? അമ്മ പ്ലീസ്, കുറച്ച് ദിവസം കൂടെ, എന്നിട്ട് ഞാൻ തന്നെ ട്രാൻസ്ഫർ മേടിച്ച് അങ്ങോട്ട് വന്നോളാം. ഒരു ദിവസം പോലും നീ അവിടെ നിൽക്കരുത്. അവിടെ നിന്ന് ഒരു കല്യാണം നിനക്ക് വേണ്ട. നിന്നെ കയ്യോടെ കൊണ്ടുപോകാൻ അമ്പി അവിടെ നിന്ന് തിരിച്ചിട്ടുണ്ട്. അയ്യോ അമ്മേ, ഒരൊന്നര കോടി. കണ്ണൂര് പോകുമ്പോ മാഹി ചരക്കൂടി ഒന്ന് ടച്ച് ചെയ്താലേ മദ്യപാനം പൂർണ്ണമാകും. സാറേ, എത്ര നേരമാണ് ഞാൻ പുറത്തേക്കണ്? ഇത് എവിടെ നിന്ന് തുടങ്ങിയതാ? വല്ല നേർച്ച ഉണ്ടാ? ഉണ്ടടാ. എന്റെ മുണ്ടിരിഞ്ഞവനെ പാർട്ടിയിൽ ഫ്ലാറ്റാക്കി ഫ്ലാറ്റിലിരുത്തിയാൽ ഞാൻ തിരുവനന്തപുരം മുതൽ കണ്ണൂര് വരെയുള്ള 12 ബാറുകളിൽ പറയെടുത്ത് പോകാമെന്ന് പറശ്ശിനിക്കടവ് മുത്തപ്പനോട് ഞാൻ നേർന്നിട്ടുണ്ട്. ഇതിന്റെ ആളാ.
നീ എണ്ണിക്കോ, എത്ര ബാറായി? 12 ഇനി അടിച്ചടിച്ച് ഈ പൈസ തീർക്കല്ലേ സാറേ. എനിക്ക് ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ച തിരുവനന്തപുരം വരെ എത്താനുള്ള. താൻ പേടിക്കണ്ടോ, തന്റെ കാശ് അവൻ സെറ്റിൽ ചെയ്തോ. ആര്? ആ സ്ഥലം MLA കോറത്തിൽ കഴിച്ചത് ഒറിജിനൽ ആണോ എന്നൊരു സംശയം. ശരീരം റിജക്ട് ചെയ്യണം. ഞാൻ ഒരു 1.5 കളഞ്ഞിട്ട് വരാം. നീ ഒരു അരയടി ഒന്ന് പൊതിഞ്ഞെടുത്തു. മൊബൈൽ അടിക്കണ്ട. ഒന്നടി തള്ളേ അടിച്ച് കൊഞ്ചായി കിടക്കണ് സാറേ. MLA വീടെത്തിയെന്ന് സാറേ. ഏത് പറ? തള്ളേ മുണ്ടില്ല. നീ മുണ്ടരുത്. 4550 രൂപയിലെ നിന്റെ കാശ് ഞാൻ മുണ്ടിക്കോളാം. സാറേ അണ്ടറില്ല. ഈ മുണ്ടെടുത്തോണ്ടോ ഇതാ. ഓ എനിക്ക് വയ്യല്ല തള്ളേ. ആരെങ്കിലും ആകട്ടെ, കള്ളിമുണ്ടെങ്കിൽ കള്ളിമുണ്ട്. ആരാ നിരാഹാരം കിടക്കണത്? ഓ കണ്ണൂർ സെക്രട്ടേറിയറ്റ് ആയിരിക്കും. ഓ ചത്തുപോയാ? ആ കണ്ണൂർ ആ സ്ഥലം ആരെങ്കിലും കൊന്നതായിരിക്കും. തൊടാൻ നിക്കണ്ട, പിന്നെ CBI വരും. നില്ലടാ അവിടെ. ആരാ മുണ്ടേക്കാരെ പിടിച്ചത്? നീ നമ്മുടെ പാർട്ടിക്കാരനാ. അതാ മുണ്ടേ പിടിച്ചത്. സോറി, ആരാ? ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വന്നിരിക്കുകയാണ്. സെക്രട്ടേറിയറ്റ് ഓണർ ഗസ്റ്റാ. രാഘവനോട് പോയി. എന്തോ രാഘവനെ വിളിയടാ. ആദ്യം 4550 രൂപ എടുത്ത് കാർ സെറ്റിൽ ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഫുഡ് എടുത്ത് മട്ടേ നീ വണ്ടി തിരിച്ചിട്ട് കാശിപ്പോരും. അച്ഛമ്മോ എന്താടാ? അതെ, സെക്രട്ടേറിയറ്റിൽ നിന്ന് ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ട്. പെട്ടെന്നൊരു 4550 രൂപ എടുക്കണം. ആരോടോ? ഒരു ഗസ്റ്റേ. ഞാൻ ആ കാറൊന്ന് സെറ്റിൽ ചെയ്തിട്ട് വരാം. ഗസ്റ്റോ? തിരുവനന്തപുരത്ത് നിന്ന് ആരോ വന്നു. പൈസ വിടി. ഇയാളിതെവിടെ പോയി? ഇവിടെ എവിടെയാ ഗസ്റ്റ്? കാറ് സെറ്റിൽ ചെയ്തു. പക്ഷെ അയാൾ മതിൽ ചാടിയപ്പോ കളഞ്ഞ്. എത്ര രൂപ കൊടുത്തു? 9500 നോട്ട്. സെക്രട്ടറിയായിട്ടില്ല ഗസ്റ്റ്. തട്ടപ്പാതിരിക്ക് വന്ന ഏതെങ്കിലും കള്ളനായിരിക്കും പറ്റിച്ചിട്ട് പോയത്. നടപ്പും ബാബുവും കണ്ട ക്യാപ്റ്റൻ രാജിന്റെ അനിയനാന്ന ധാരണ. നാളെ രാവിലെ കാശ് ഇവിടെ കിട്ടിയിരിക്കണം. കതറിട്ട ഗോസ്റ്റേ, നീ എവിടെയായിരുന്നാലും നിന്നെ ഞാൻ പൊക്കിയിരിക്കും. ഇവനെ എവിടെ പോയി തപ്പാണ്? അങ്കിൾ, ഈ ഗൗതമൻ എന്ന് പറഞ്ഞൊരു എന്താ കണി കൊള്ളാം. അല്ല സാറേ, എന്താ ചോദിച്ചേ? എപ്പോ ചോദിച്ചു? തോളത്തിന് മമ്മട്ടി വെച്ച മമ്മൂട്ടിയാണെന്ന് നേരം. ഓ കാലത്തെ ഡൈ ചെയ്ത് ഇറങ്ങിയിരിക്കാൻ പെമ്പിള്ളേരെ അളക്കാൻ. ഓരോ വേണ്ട, മറക്കണമെന്നില്ല. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് നിന്ന് കേട്ടിട്ടുണ്ടോ? അതിന്റെ ഓണറാ. അപ്പൊ മന്ത്രിമാരോ? അത് ഞാൻ വാടകയ്ക്ക് കൊടുത്തിരിക്കണം. അവരിന്ന് വരെ നാളെ പോവും. ഒരു കാര്യം അറിയാനാ. ഹസ്ബൻഡിനൊന്ന് വിളിക്കാമോ? ഹസ്ബൻഡ് ഇവിടെ ഇല്ല. എനിക്ക് വൈഫും ഇല്ല. അച്ഛനോ? അച്ഛൻ മരിച്ചു. ഓ എന്റെയും. ആങ്ങളും ആരോ? ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാ. ഞാനും. എന്താ നാള്? മകം. മകം എന്ന് പറയുമ്പോ മകം പെറ്റ മങ്ക. സൂര്യൻ, കതിരവൻ, ആദിത്യൻ. കുഴപ്പമില്ല. 3ൽ 10 പേർത്ത് ഓക്കെ. കട്ടില് പണിഞ്ഞാൽ തൊട്ടില് റെഡി. എന്ത് ചെയ്യുന്നു? ചിട്ടിയാ. അതാ ഷേപ്പ് കണ്ടപ്പോഴേ തോന്നി. എന്റെ ചിട്ടി ചേരുവോ? അതാ ജോലിയെങ്കിൽ ഒന്ന് പിടിച്ചേ പോവൂ. എന്താ പേര്? രത്നം. ഞാൻ രത്നമാന്ന് വിളിക്കൂ. പേര് തന്നെ 10 മാറ്റ്. പേര് പോലെ തന്നെ കണ്ട ആളൊരു ബോംബാ. കളിയാക്കാതെ. ബോംബൊന്നുമല്ല, അത്രയ്ക്കൊന്നുമില്ല. പിന്നെ വെടിയാ? വെടിവെച്ചാൻ കോവിൽ എവിടെയോ വെച്ച് കണ്ടതുപോലൊരു ഓർമ്മ എനിക്കുണ്ട്. ഇതവൻ തന്നെ. എടാ ഗൗതമ, അവിടെ നിൽക്കാൻ. അമ്പിയണ്ണൻ. അതേടാ അമ്പി തന്നെ. നിന്നെ പൊക്കാൻ അറിയാൻ വന്നത്. സമയത്തിന് നിന്നെ കിട്ടിയില്ലെങ്കിൽ ഡെഡ് ബോഡി കൂടെ നാട്ടിൽ ചെയ്യാൻ പോകും. എന്റെ ഈശ്വര, ഞങ്ങളുടെ കൊച്ചു ഡോക്ടർ കൊല്ലാൻ വന്നതാ. രക്ഷിക്കണേ. അയ്യോ, എന്തുവാടി ഇതൊക്കെ? രക്ഷിക്ക്. അതിനെന്താ തലകുത്തി നിൽക്കുന്നേ? നേരെ ഒന്ന് സംസാരിക്കും. അയ്യോ, ഒന്ന് വേഗം ചെന്ന് രക്ഷിക്ക്. തലകുത്തി നിൽക്കുന്നത് ചേട്ടനാ. ഓഹോ,
എന്താ രത്നം എന്ത് പറ്റി? നമ്മുടെ കൊച്ചു ഡോക്ടർ കൊല്ലാൻ കതിരിട്ട് ഒരാൾ വന്നിരിക്കുന്നു. ആളവിടെ പോയി. ആള് കണ്ട് ഡോക്ടർ ഓടി. കൊല്ലാനായിട്ട് കുറെ അയാളും പോയിട്ടുണ്ട്. പ്രഭുദേവ വാടാ, ആ തോർത്തെടുത്ത് മാനം മറയ്ക്ക്, അയാൾ പേടി.